വാട്സപ്പിനകത്ത് രാമൂട്ടൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ കോണ്ടാക്ട് ആരാണ്? തൂക്കിയല്ലോ നാഥ. ആണുങ്ങളുടെ പേരേ ഇല്ല. ശബ്ദ, സുരേഖ, സുമിത്ര, വൈഷ്ണവി. ശരി, അച്ചോടി, ചുന്ദരി, മണി. നാളെ രാവിലെ വരുമല്ലോ എന്റെ പൊന്നൂസേ. നമ്മുടെ രണ്ടുപേരുടെ ചാറ്റില് രാമുണ്ണി ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ചാറ്റ് ഏതാണ്? കറണ്ട് ബില്ലടച്ചോ? കുറച്ച് നല്ല മൊമെന്റ്സ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. കാരണം കുറെ നാൾക്ക് ശേഷം നമുക്ക് അങ്ങനത്തെ കിട്ടാതെ വരുമ്പോ ഉണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാം DM എടുക്കുക. DM എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. അത് തൊടുമ്പോ അത് ആരുടെ ടെക്സ്റ്റ് ആണ്? അത് എന്തായിരുന്നു ലാസ്റ്റ് ടെക്സ്റ്റ്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ ഫോൺ ആണ് ഗൈസ്. അത് പാർട്ട് 2 വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഇപ്പൊ 1 year ആയിട്ടുണ്ടാവും മറ്റേ വാട്ട്സ് ഇൻ മൈ ഫോൺ പാർട്ട് 1 ചെയ്തിട്ട്. അപ്പൊ പിന്നെ ഉണ്ട് ട്ടോ എന്റെ ഫോണിനകത്ത് ഉപയോഗിക്കാത്ത ആപ്പുകൾ ഓയോ. അപ്പൊ ആ വീഡിയോ കാണാത്തവര് ഇതാ പോയി ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഗൈസ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിനകത്ത് ഞാൻ രാമുവിൻ്റെ ഫോണിൽ, എനിക്ക് ലാസ്റ്റ് ടൈം എൻ്റെ ഫോണിലുള്ളതാണ് പലതും റിവീലായി പോയത്. ഇത്തവണ എനിക്ക് രാമുവിൻ്റെ ഫോണിൽ റിവീലാക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെകഞ്ഞ് കണ്ടെത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ ഇവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ റെഡി അല്ലേ? എൻ്റെ അടുത്ത് ചോദിക്കാം, എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ആൻഡ് വൺ തിങ്, നമ്മള് ഫോൺ ഒന്നും തന്നെ റെഡിയാക്കിയിട്ടില്ല. ഞാൻ റെഡിയാക്കിയിട്ടില്ല, രാമു ഫെയർ ഗെയിം കളിക്കാൻ വേണ്ടിട്ട് തന്നെ ഗൈസ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഡിലീറ്റ് ചെയ്യണത് ഞാൻ കണ്ടു. കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. രാമു, ദിസ് ഇസ് നോട്ട് യുവർ ബിഗ് ബോസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം ഞാൻ തന്നെ തുടങ്ങുകയാണ്. ഓക്കെ, ഞാൻ ചോദിക്കാൻ പോവാണ്. രാമൂട്ടന്റെ ഫോണിൽ, അതായത് വാട്സപ്പിനകത്ത് രാമൂട്ടൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ കോണ്ടാക്ട് ആരാണ്? മൂന്നാമത്തെ കോണ്ടാക്ടാ ബ്ലോക്ക് ചെയ്തിട്ടുള്ള നോക്കട്ടെ. ആകെ ഒരു ബ്ലോക്ക് ഡേ ഉള്ളൂ. എന്താണ്? കാട്ടാബുക്ക് ലോൺസാ? എന്താണത്? മറ്റേ ഇതിന്റെ എന്താ പറയാ, സ്പ്ലിറ്റ് വൈസ് പോലത്തെ ഒരു സാധനം ഉണ്ട്. ഓക്കെ, എന്താ അവരെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്? ബ്ലോക്ക് ചെയ്യണോ നീ? രാമൂട്ടൻ വെരി വീക്ക് ഇൻ ടെക്സ്റ്റിംഗ്, അതുകൊണ്ട് തന്നെ ആകെ ഒരു കാട്ടാബുക്ക് നോട്ടെ കള മൂട് കളഞ്ഞു. ഇനി ഞാൻ എന്റെ അടുത്ത ചോദ്യം ആദ്യത്തെ ചോദ്യമാണ്. പഠിച്ചു വന്നേക്കാണ്, പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വന്നേക്കാണ്. സാധനം കിട്ടി. നോർമലി ഇവക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ ഏറ്റവും വൃത്തിയിട്ട സ്ക്രീൻഷോട്ടോ ഇല്ലെങ്കിൽ എന്താ പറയാ വേണ്ടാത്തൊരു സ്ക്രീൻഷോട്ട് എടുത്തതോ? ക്വസ്റ്റ്യൻ മനസ്സിലായിനാ? എന്ത്? വേണ്ടാത്തൊരു സ്ക്രീൻഷോട്ട്. അത്രേ ഉള്ളൂ. ഇത് എത്ര സ്ക്രീൻഷോട്ടാ മോനെ? എല്ലാം ഉണ്ട്. ഇപ്പൊ നല്ലൊരു ഫോട്ടോ അല്ലെങ്കിൽ നല്ല ഒരു വേർഡിങ്സ്, കോഡ്സ്. പണ്ടില്ലേ, പണ്ടെന്താ അറിയാ, എന്തെങ്കിലും നമ്മളെ അടിയോ ഇല്ല ഇവളെ ഫോണിങ്ങനെ നോക്കിയാൽ കാണാം കൊറേ മറ്റേ എന്താ പറയാ, ഈ ഇമോഷണൽ സാധനങ്ങളല്ലേ. പണ്ട് ഞാൻ വഴക്കെടുപ്പോ നേരത്തെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടാവും. വഴക്കല്ലെങ്കിലും ഞാൻ വഴക്കില്ലാത്ത സമയത്താണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഒരു ബോസ് ലേഡി, അതായത് എപ്പോഴത്തെ ഒരു ബോസ് ലേഡി മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. അതിനകത്ത് ഇങ്ങനെ ബോസി ആയിട്ടുള്ള കുറച്ച് ലേഡീസ് കോഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ പണി വരുമ്പോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്തെന്ന് കൊറേ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റെഡി ആക്കി വെക്കുമാ. ഇന്ന് റെഡി വരുന്നുണ്ട്, അടി വരുമ്പോ ഇട്ടേക്കാതെ എന്നുള്ളതല്ലേ. അങ്ങനെ കൊറേ സ്ക്രീൻഷോട്ടുകളുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് ആസ് ഓഫ് നൗ ഒരു യൂസ്ലെസ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഈ ഒരു യൂസ്ലെസ് സ്ക്രീൻഷോട്ടാണ്. രാമു ആണ് ആ സ്ക്രീൻഷോട്ട്. നോക്ക്, ഇതെന്തിനാ ഞാൻ എടുത്തതെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇവരുടെ ചിരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ഇവർ എന്നോട് ഇത്രയും കുറ്റങ്ങൾ ഇവരുടെ അടുത്ത് പറഞ്ഞോണ്ട് ഇവന്റെ ഫോട്ടോ ആണ് എനിക്കിപ്പോ തോന്നണ ഒരു ആവശ്യമില്ലായിരുന്നു. ചിരി നല്ലതാകുമ്പോ ഒരു സ്ക്രീൻഷോട്ട് യൂസ്ലെസ് അല്ല എന്നിപ്പോ നിനക്ക് മനസ്സിലായില്ലേ? ആ വീഡിയോയിൽ ഇവരിങ്ങനെ തിരിഞ്ഞപ്പോ ആ ചിരി ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചിരി പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ഇപ്പൊ തോന്നുന്നത് ഒരു യൂസ്ലെസ് ആയിട്ടുള്ളത് അനാവശ്യമായിട്ടുള്ള സ്ക്രീൻഷോട്ടാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. അടുത്ത ചോദ്യം ഗൈസ്. അടുത്തത് എൻ്റെ ഇൻസ്റ്റാഗ്രാം DM എടുക്കുക. DM എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം. അത് തൊടുമ്പോൾ അത് ആരുടെ ടെക്സ്റ്റ് ആണ്, അത് എന്തായിരുന്നു ലാസ്റ്റ് ടെക്സ്റ്റ്, നീ തന്നെ പണി. കുത്ത് ഞാൻ കണ്ടത് അതാരാന്ന്, അതൊരു പെണ്ണാണല്ലോ. ജെറിൻ അന്വേഷ് ഷാജു. ആരാ അത്? ജെറിൻ അന്വേഷ് ഷാജു. ജെറിൻ ആൻഡ് ഷാജു ആരാള്? അതെന്റെ ദുബായ് ഫ്രണ്ട്. അതെ, ദുബായ് ഫ്രണ്ടായ ജെറിന്റെ DM ആണ് ആക്ച്വലി ഓപ്പൺ ആയി വന്നത്. ഇതെന്തിന്റെ ഇറങ്ങണ കാര്യം പറഞ്ഞത്? ലാസ്റ്റ് ദാ ഗൈസ് പാവം, ഹൗ ക്യൂട്ട് ജെറിൻ. നോക്കി എൻ്റെ ഈ ഒരു സ്റ്റോറിക്ക്, രാമുന്റെ ഈ ഒരു സ്റ്റോറിക്ക് പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തു. ഓക്കെ, നൈസ് കൊള്ളാം. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്ദി ജെറിൻ. ഓക്കെ, ചോദിച്ചോ. ഇപ്പൊ നിന്റെ ഫോണിൽ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആപ്പ് ഡിലീറ്റ് ചെയ്യും, എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യും? ആപ്പല്ലേ കൊറേ ഉണ്ട് ആക്ച്വലി. അതിൽ ഏതിപ്പോ ഡിലീറ്റ് ചെയ്യും? സെറ്റിംഗ്സ് ഡിലീറ്റ് ചെയ്യും. അതൊന്നല്ല, എനിക്ക് ഇൻഷോട്ട് വേണം, രമണി വേണം, സ്നാപ്ചാറ്റ് വേണം, ബുക്ക് മൈ ഷോ വേണം, മാപ്പ് വേണം, ഊബർ വേണം. ഓക്കെ ഞാൻ ഇതിൽ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അസാന. ഡിലീറ്റ് ചെയ്താൽ പിന്നെ ഓഫീസിൽ എന്ത് ചെയ്യും? അല്ല, അല്ലെങ്കിൽ അസാന വേണ്ട. ഇപ്പൊ ഏതാണ്ട് കളയുന്നു. ഞാൻ വേറെ പറയേ. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആപ്ലിക്കേഷൻ ത്രെഡ്സ്. എനിക്കറിയില്ല അത് ഉപയോഗിക്കാൻ. അത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളത് നേരെ അതിനകത്ത് അപ്ലോഡ് ആവും അറിയാതെ ഞാൻ ആ ആപ്ലിക്കേഷൻ ഇങ്ങനെ പെർട്ടിക്കുലർലി അങ്ങനെ യൂസ് ചെയ്യലില്ല. അതുകൊണ്ട് ഐ തിങ്ക് ത്രെഡ്സ്. ഐ ഹാവ് 68K ഫോളോവേഴ്സ്. ഓ മൈ ഗോഡ്. അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല കേട്ടോ. ആ ഫോളോവേഴ്സിന് ഞാൻ കളയത്തില്ല. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് മാപ്പ് വേണമെങ്കിൽ കളയാം. ഞാൻ എന്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താലും ലാസ്റ്റ് ഇങ്ങനെ റീസെൻഡർ എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. അപ്പൊ അത് ആ മാപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ മാപ്പായിരിക്കും ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ. ശരിയാ, അത് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. രാമുവിന്റെ ഫോണിനകത്ത്, രാമുവിന്റെ കോണ്ടാക്ട്സിൽ ഒരാളുടെ നമ്പർ എന്നേക്കുമായിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സെപ്റ്റ് മീ. ഓക്കെ, ആകെ പറയാൻ വനപ്പോൾ മനസ്സിൽ ഞാൻ നിന്റെ നമ്പർ, ആ ഒരാളുടെ നമ്പർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ നമ്പർ ആയിരിക്കും ഡിലീറ്റ് ചെയ്യുക? ആരാണ് ലക്കിയസ്റ്റ് പേഴ്സൺ? അതൊക്കെ പണ്ടേ ഡിലീറ്റ് ചെയ്തില്ലേ മോളെ? അതെന്താ നീ അങ്ങനെ നോക്ക്? അതൊക്കെ പണ്ടേ ഡിലീറ്റ് ചെയ്തില്ലേന്ന്. എന്നാലും പറയാം, കോണ്ടാക്ട് ഇല്ല. ആസ് ഓഫ് നൗ ഉള്ള കോണ്ടാക്ട്സിൽ ആരുടെ നമ്പർ ആയിരിക്കും നീ ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവുക? ഇതിപ്പോ എത്ര കോണ്ടാക്ട്സ് ഉണ്ടെന്ന് അറിയാം. ഇതിപ്പോ എത്ര കോണ്ടാക്ട്സ് ഉണ്ടായാലും അതിൽ ഒരെണ്ണം നീ ഇങ്ങനെ നോക്കിയിട്ട് പറ. ഓ, ഇത്രയും കോണ്ടാക്ട്സ് എന്റെ കയ്യിലുണ്ട്. ആണുങ്ങളുടെ പേരേ ഇല്ല, വർഗീസ് വല്ലപ്പോഴും വരുന്ന പേര്. അല്ലെങ്കിൽ ഷഫ്ന, സുരേഖ, സുമിത്ര, വൈഷ്ണവി. ഇതൊക്കെ ആരിത്? നല്ലൊരു ഇതെങ്ങാനും തീരുവോ? കിട്ടി. ആരാണ്? AJ ബോർഡ് ഓർമ്മയുണ്ടോ? പോട്ടെന്ന് വിചാരിക്കാം. നമ്മളെ സൈൻ ബോർഡ് ഇപ്പം അർജുനാർട്സ് എഴുതിയത്, അർജുനാർട്സിന്റെ ബോർഡ് എഴുതാൻ വേണ്ടിട്ട് ഞാൻ കൊറേ ഉള്ളിലത്തെ പെട്ടെന്ന് സെറ്റ് ആയിരുന്നു. രണ്ടാമത് പുറത്തത്തെ ലൈറ്റ് ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ കോണ്ടാക്ട് ചെയ്തത്. അതാണ് AJ സൈൻ ബോർഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഉള്ളതന്നെ ചങ്ങായി വന്നിട്ട് മെഷർമെന്റ് ഒക്കെ എടുത്ത് അഡ്വാൻസ് മേടിച്ച പോയ പോക്ക. പിന്നെ ആളെ കണ്ടിട്ടില്ല. പിന്നെ വിളിച്ചിട്ട് ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വിവരമില്ല ആളുടെ. ആളെ ഞാൻ തപ്പി അവസാനം എന്റെ മെയിൻ പ്രശ്നം പൈസ പോയല്ല, എനിക്ക് ആ പറഞ്ഞ വാക്ക് പോയാല് എനിക്ക് സീനായി. അങ്ങനെ ഞാൻ കോട്ടയം അയാളെ എന്തും പറഞ്ഞ് പറ്റിക്കാം, പക്ഷെ പറഞ്ഞ വാക്ക് മാറ്റിയ അത് കഴിഞ്ഞിട്ട് ഞാൻ
അയാളുടെ ഓഫീസിൻ്റെ അയാളുടെ ഓണറെ കണ്ട് സംസാരിച്ച് അയാൾ റെന്റൽ അഗ്രിമെന്റ് കൊടുത്ത് വെച്ചിട്ട് അയാളുടെ ഒറിജിനൽ അഡ്രസ്സ് കണ്ടുപിടിച്ച് അയാളുടെ ലോക്കൽ കോണ്ടാക്ട് വിളിച്ച് അപ്പൊ അവരാരും അടിയില്ല എന്ന് പറഞ്ഞു. അപ്പം ലൊക്കേഷൻ കോട്ടയത്തായിരുന്നു. അപ്പൊ കോട്ടയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഈ ലൊക്കേഷൻ എവിടെയാന്ന് തപ്പി അയാളുടെ വീട്ടിൽ പോയി അയാളെ കണ്ട് ഞാൻ ചോദിച്ച് പറഞ്ഞ വാക്കില് വില വേണ്ടേ? എനിക്ക് അറിയണായിരുന്നു. ലൈക്ക് അങ്ങനെ കൊറേ എന്നെ ചുറ്റിച്ച് അങ്ങനെ ഉണ്ടാക്കിയ ഒരു ബോർഡ് കൊണ്ട് ചുറ്റിച്ച കാരണം എന്തുകൊണ്ടായിരുന്നു അറിയണം. എന്തുകൊണ്ടായിരുന്നു അവൻ ചുറ്റിച്ച ഒന്ന് നിർത്തിട്ട് പോയിന്ന്. എന്തൊക്കെ മനുഷ്യരാന്നല്ലേ. അപ്പൊ നീ ആ കാരണം അറിഞ്ഞതുകൊണ്ട് നീ ഇപ്പൊ ആ കോണ്ടാക്ട് ഡിലീറ്റ് ചെയ്യാൻ റെഡിയാണ്. പൈസ തിരിച്ചു മേടിച്ചല്ലോ. ഓക്കെ, ആ മിഷൻ കഴിഞ്ഞല്ലോ. അപ്പൊ ആ മിഷൻ കഴിഞ്ഞതുകൊണ്ട് യെസ് കൊള്ളാം അല്ലേ. ഓക്കെ, അപ്പൊ എന്നോട് ചോദിച്ചോ, നീ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്റ്റിക്കർ ഏതാണ്? ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്റ്റിക്കർ ഇപ്പൊ ഞാൻ രാമുണ്ടായിട്ട് കാണിച്ചത്. എനിക്ക് റീസെന്റ് ആയിട്ട് ഒന്ന് ഈ പൂച്ച ഇങ്ങനെ മാസ്ക് വെച്ചിട്ട് പൂച്ചേനെ ഇത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കത്തില്ലേ, ആ ഒരു സ്റ്റിക്കർ. ബിജുക്കുട്ടന്റെ ഈ ഒരു ചോട്ടാ മുംബൈയിലെ, അതായത് മുടിയൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് ആ ഒരു സാധനം, അത് ഞാൻ എപ്പോഴും എല്ലാവർക്കും അയക്കാറുള്ളതാണ്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നമുക്ക് പൊളിക്കാം സീനാണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പെൺപിള്ളേരും കൂടെ ഇങ്ങനെ ഡാൻസ് കളിക്കില്ലേ, ഈ ഒരു സ്റ്റിക്കർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ആരെങ്കിലും എന്നോട് ഡാൻസ് കൊള്ളായിരുന്നു, ഫോട്ടോ കൊള്ളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നോക്കൂ അമൃതനെ വിത്ത് മ്യൂസിക് ഇത്. പിന്നെ എനിക്ക് എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ അധികം ഉണ്ട്. അതിൽ മാന്യമായിട്ടുള്ളത് മാന്യമായിട്ട് എന്നുള്ളത് ഇതാണ്. ഗോഡ് ഫാദറിൽ അവര് തിലകന്റെ കണ്ടിട്ടില്ല, ചുമ്മാ പറയുന്നേ. ഇവളെ അയക്കുന്ന സാധനം എല്ലാം കണ്ടോണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ല. സത്യം വിളിച്ചു പറയട്ടെ, വേണ്ട അത് റീസെന്റ് കിടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ റീസെന്റ് മോസ്റ്റ്ലി യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു എല്ലാവരുടെയും ഇമേജസ് വെച്ചിട്ട് സ്റ്റിക്കർ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സിന്റെ. അതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സ്റ്റിക്കർ ഉണ്ട്, രാഗിമോളുടെ. രാഗിമോളെ ഞാൻ ഈ അവസരം എടുക്കുന്നു. സ്നാപ്ചാറ്റിലുള്ള മുഖം എവിടെ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ സ്തംഭിച്ചില്ല, ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുമ്പോ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ. അതെന്ന് വെച്ചാൽ കറുത്ത രാഗിമോളുണ്ടല്ലോ, ഇത് ഷവർമ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ സ്നാപ്ചാറ്റിൽ ഫിൽറ്റർ ഇട്ട് ഫോട്ടോ എടുത്തത്. അപ്പൊ അതൊരു അടിപൊളി സാധനമായിരുന്നു. അപ്പൊ ഇതാണ് സച്ചി ഇറക്കിയത്. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് എന്റെ സ്റ്റിക്കർ സ്റ്റോറീസ്. നമ്മുടെ രണ്ടുപേരുടെ ചാറ്റില് രാമുണ്ണി ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ചാറ്റ് ഏതാണ്? റൊമാൻറ്റിക് ചാറ്റ് എന്ന് പറയുമ്പോ തന്നെ നിനക്ക് മനസ്സിലായില്ല നമ്മുടെ തമ്മിലുള്ളതാണെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് കറണ്ട് ബില്ലടച്ചോ ഇത് ഫുള്ള് മറ്റേ ആധാർ കാർഡ്, പാൻ കാർഡ്, അഡ്രസ് വരുമ്പോ ഞങ്ങള് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ആയിട്ട് എന്താ ഇപ്പൊ ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്യുന്ന ആളല്ല, ഒന്നാമത്തെ കാര്യം. അപ്പൊ ഞാൻ അധികം അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ വീഡിയോസുകൾ എടുത്തയച്ചു കൊടുക്കും. ഒന്നുമില്ല ഗൈസ്, ഞാൻ ആദ്യമായിട്ട് മൂക്കുത്തി കുത്തിയല്ലോ. അപ്പോൾ അത് ഞാമൂട്ട എനിക്ക് രസമുണ്ട് കേട്ടോ എന്ന് ഞാൻ കാണിച്ചു കൊടുക്കണം. എനിക്കൊന്നും ഇതിനേക്കാൾ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള വീഡിയോ വേറെ ഇല്ല, അല്ലെങ്കിൽ വേറെ ചാറ്റൊന്നും ഇല്ല എന്ന് തോന്നുന്നു ഇതിനകത്ത് അല്ലേ. ഈ വീഡിയോ ആണ് ഗൈസ്. ഞാൻ കൊണ്ടുപോയി ഈ ഒരു ചോദ്യം കുടുംബ പ്രശ്നമായി ഉണ്ടാക്കിയതിന്റെ പേരിൽ ഞങ്ങൾ ഈ വീഡിയോ വേണ്ട, ഒരു റൊമാൻറ്റിക് ചാറ്റ് പോലെ ആക്ച്വലി അപ്പൊ നീ എനിക്ക് അയച്ചിട്ടില്ല എന്ന് ആലോചിക്കണേ. ഞാൻ അപ്പുറത്ത് നീയല്ലേ, നീ എന്താ കഴിച്ചാ? റെഡി ആയിക്കോ, ഓൺലൈൻ ഉണ്ടായാ മതി. ഒന്നുകൂടെ ബുക്ക് ചെയ്യ്. OTP 1 minute ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അതാണ് അവന്റെ റൊമാൻറ്റിക് ചാറ്റ്. നിനക്ക് എപ്പോഴെങ്കിലും എനിക്കൊരു റൊമാൻറ്റിക് ചാറ്റ് അയച്ചൂടെ? എന്താണത് വേണ്ടേ? പഴയ ചാറ്റ് എടുത്ത് നോക്ക്. പഴയ കുറെ സ്ക്രീൻഷോട്ട് തന്നെ കണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ സ്ക്രീൻഷോട്ട് എടുത്തു കൊടുക്കണേ? കാരണം സ്ക്രീൻഷോട്ട് ഉള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. സ്ക്രീൻഷോട്ട് ഉള്ളതിന്റെ ഒരു ഗുണം നിനക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ വേറെ എന്ത് വേണമെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കലല്ല, കുറച്ച് നല്ല മൊമെന്റ്സ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്. കാരണം കുറെ നാൾക്ക് ശേഷം നമുക്ക് അങ്ങനത്തെ കിട്ടാതെ വരുമ്പോ ഉണ്ടല്ലോ, കുറെ നാൾക്ക് ശേഷം നമുക്ക് റൊമാൻറ്റിക് ചാറ്റ് ഒന്നും കിട്ടാത്ത സമയത്ത് നമുക്ക് അതൊരു കേൾക്കാലോ, അത് കാണാലോ. ഇനി നീ എനിക്ക് റൊമാൻറ്റിക് ചാറ്റ്, ഞാൻ റൊമാൻറ്റിക് ചാറ്റ് നിന്റെ ചാറ്റല്ലേ എനിക്ക് ഉണ്ടാവത്തുള്ളൂ. പിന്നെ റൊമാൻറ്റിക് ചാറ്റ് ഞാൻ അയച്ചത് അല്ലേ, ഞാൻ അയച്ചെന്ന് കണ്ടോ?
അയച്ചതാ എനക്ക് വേണ്ടി ആ ഉണ്ട് ട്ടോ. എന്റെ പഴയ ശരി. അച്ചോടി ചുന്ദരി മണി നാളെ നാളെ രാവിലെ വരുമല്ലോ എന്റെ പൊന്നൂസേ. അപ്പൊ ഉണ്ടല്ലേ 2020 ഇല്ല, ഫെബ്രുവരി 2025. ഓക്കെ, നീ രക്ഷപ്പെട്ടു. എന്റെ ഫോണിലെങ്കിലും ഉണ്ട് അപ്പൊ ചാറ്റ് ഹിസ്റ്ററി, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ നിർത്താണ്. രാമൂട്ടന്റെ ചാറ്റ് GPT ഹിസ്റ്ററിയിലെ ഏറ്റവും റീസെന്റ് ചാറ്റ്. ഇത് നിന്റെതും കാണിക്കണേ, ചാറ്റ് GPT കാണിക്കണം. ഞാനൊരു ദിവസം നോക്കുമ്പോ കാര്യമായിട്ട് ചീത്തയാ, എന്താ പ്രശ്നം എന്താ എന്റെ രാമൻകുട്ടി ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചത്. 1000 പ്രാവശ്യം പറഞ്ഞു. എന്താ കാര്യം പറ, ആരാ സംഭവം? അത് ഞാൻ ചോദിച്ച കാലുവേദന എടുക്കുന്ന ഡാൻസ് കളിച്ചു. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ കാലിലെന്ന് ചോദിച്ചപ്പോ എന്നോട് പറയണേ ഞാൻ ഡോക്ടറെ പോയി കാണിക്കണം. എന്നാലും പറഞ്ഞു തന്നൂടെ ഇത് ഇതിന്റെയൊക്കെ സിംറ്റം ആണ്. അപ്പൊ പോയിട്ട് ഇങ്ങനെയൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു തരാ ഒരാള്? 1000 പ്രാവശ്യം. സീരിയസ് ആണോ, പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞപ്പോ പാവത്തിന് സഹിയായിട്ടപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ഡോക്ടറല്ല, പോയി ഡോക്ടറെ കൊണ്ട് കാണിക്കണം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഞാനൊരു ഐ എം കൺസിഡറിങ് ഇറ്റ് ആസ് എ പേഴ്സൺ. കാരണം ചാറ്റ് ജിപിടി ലൈക്ക് പല പല ഡയമെൻഷൻസിലുള്ള കുറച്ച് സജഷൻസ് തരും. AI ടൂൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് പല ഡയമെൻഷനിൽ ഇങ്ങനെ സജഷൻ തരുമ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ചൂസ് ചെയ്തിങ്ങനെ, ഇത് ചൂസ് ചെയ്തിങ്ങനെ എന്ന് നമ്മൾ വിചാരിക്കാം. അത് പറഞ്ഞ പോലെ ചാറ്റ് ജിപിടി ബിസിനസ്മാൻ ഡാൻസ് സ്കൂളിനെ കുറിച്ച് റിസർച്ച് ചെയ്തേക്കാണ്. ഇതൊക്കെയാണോ? വേറൊന്നുമില്ലേ? വേറെന്താ വേണ്ട? നീ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? അത് പറഞ്ഞു. ആനിവേഴ്സറി ട്രിപ്പ് സജഷൻസ്. ആനിവേഴ്സറി ട്രിപ്പ് സജഷൻസ്. ഓക്കെ, ടെലികോളർ സെയിൽസ് പിച്ച്, പോളിഷ് മെസ്സേജ് റിക്വസ്റ്റ്, ആഡ് കണ്ടന്റ് സ്ക്രിപ്റ്റ്, വാട്സ്ആപ്പ് മെസ്സേജ് ഡ്രാഫ്റ്റ്, നെയിം ഫീഡ്ബാക്ക്, ജോബ് ഓപ്പണിംഗ്. എന്തെന്നാ ഇത്? വേറെ ഒന്നുമില്ല ഇതിനകത്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. നിന്റെ എന്റെ ഒന്നും വേണ്ട. നിന്റെ പണ്ട് ഗൂഗിൾ ഹിസ്റ്ററി എടുക്കുന്ന പോലെ അത് ഹൗ ടു റീപ്ലേസ് മൈ ഹസ്ബൻഡ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഐഡിയ കണ്ടാ? Caption suggestion, car puja caption, dance and fitness categories, transition caption, anniversary trip, self-worth caption, caption, message draft, girls trip caption. ഇതെന്തീ പാവം ചങ്ങേരെ കൊണ്ട് ചിലപ്പോ എന്നെ നാളെ കളത്തി നിർത്തിട്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ പരിപാടി അവസാനിപ്പിക്കും. പാർട്ട് 2 വീഡിയോയും കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ചാ